നമ്മൾ അങ്ങോട്ട് എടുത്തത്രയും വെള്ളം കയറിയില്ല, എന്നാലും അതിൻ്റെ ഒരു പകുതി അടുത്ത് കയറിയിട്ടുണ്ട്. കോഴീനെ പകല് കുറച്ച് നേരമൊക്കെ അഴിച്ചു വിടുന്നുള്ളൂ. ഫുൾ അഴിച്ചു വിടാനൊരു പേടിയാണ്. കാരണം ഇവിടെ ഈ പാക്കാനും മരപ്പട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ രാത്രിയിലേ ഉള്ളൂ. പക്ഷെ കീരിയുണ്ട്. ഇന്നാളൊരു പ്രാവശ്യം താറാവുണ്ടായിരുന്ന സമയത്ത് പകൽ താറാവിനെ പിടിച്ചതാണ്. കീരി പിടിക്കും. അപ്പം കീരിയിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും കുഞ്ഞായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും ഇന്നലെ കുറേ നേരം കഴിച്ചു വിട്ടു. വല്ലാണ്ട് കഴിച്ചു വിട്ടേക്കാം. നിങ്ങൾക്കുള്ള നിങ്ങൾ ചൂടാക്കി തിന്നോണേ, കഴിച്ചോണം. നല്ല ഡിസംബർ ആകുമ്പോൾ പിന്നെ കൊടുക്കും. അല്ല എത്രയാകുമ്പോൾ അകത്തോട്ട് കഴിക്കാം. അല്ലെങ്കിൽ പച്ചമഞ്ഞ അകത്തോട്ട് കഴിച്ചാൽ മതിയല്ലോ. ഇവിടെ ഉണ്ട് ഈ പുള്ളി ഉണ്ടല്ലോ, മറ്റേ മലയാളിമാരുടെ ഒരു പുള്ളിയുണ്ട്. എന്തോ ഒരു സാധനം ഉരുട്ടി അകത്തോട്ട് വരുന്നത്. എട്ടുകാലി അടിച്ച് എട്ടുകാലിയാന്ന് തോന്നുന്നു. എട്ടുകാരിയാണെന്ന് അറിയത്തില്ല. ഇങ്ങനെ പൊട്ടി വെള്ളം വരുന്നുണ്ടായിരുന്നു. വല്യമായി അതുപോലെ എട്ടുകാലി അടിച്ചിട്ട് ദേഹം മുഴുവനും പൊട്ടി പൊട്ടി ഇങ്ങനെ വെള്ളം പോലെ ഒന്ന് ചികിത്സിച്ച് എന്ത് മഴയുടെ മുടിയെല്ലാം എണ്ണ എങ്ങോട്ട് അവിടുത്തെ അവരായിരുന്നു പുള്ളി എങ്ങണ്ടോ. ഞാൻ വരുന്നതിനൊക്കെ മുമ്പ് അമ്മായി ഇളയ പെണ്ണിനെ പ്രസവിച്ചായിരുന്നു. കുഞ്ഞ് ഇത് ദേഹം മുഴുവനും പൊട്ടി കഴിഞ്ഞത് അവരെൻ്റെ താളം വെളുപ്പിനെ എങ്ങാണ്ട് പാലോ ഏതാണ്ടൊക്കെ താളം വെച്ചൊക്കെ അങ്ങനെ വെച്ചാൽ മുടിയെല്ലാം അമ്മയുടെ ആദ്യം അങ്ങനെ അരിച്ചത്. വല്യമ്മയുടെ മുടി അരിച്ച അങ്ങനെയാണ്. തലയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത് ഇറങ്ങാനുണ്ടാകും. എട്ടുകാരിയായിരുന്നു. അമ്മാൻ ആദ്യം പറഞ്ഞു, അമ്മ ഒരു കലയും കൊണ്ട് നടക്കുന്നതല്ലേ എന്ന് പറഞ്ഞാൽ അമ്മത്തേക്ക് ഉണ്ടല്ലോ ചെയ്തിട്ടാണ് അങ്ങനെ ഒന്ന് എട്ടുകാരി അടിച്ചാണ്. ആൾക്കാർ അങ്ങനെയാണല്ലോ. ഫോൺ എടുത്തോമ്മ. ഓക്കെ. ഏതമ്പലത്തിലാണ് കയറുന്നതെന്ന്? ഭഗവാൻ നേരെ പോകണമെങ്കിൽ അവിടെ സ്ഥലത്ത് പോയിട്ട് ഇത്ര നാട് കൃഷ്ണ യാതൊരു ഇതുമില്ലായിരുന്നു. ഇപ്പൊ കൃഷ്ണ ഞാൻ കൃഷ്ണനോട് കളിക്കായിരുന്നു. പാലാ വരെ പോകണം. അപ്പം ഉണ്ടക്കത്ത് അമ്പലത്തിൽ കയറിയിട്ട് പോകും. ഒന്നുമില്ല, കോഴീനെ അഴിച്ചു വിട്ടുന്നു. ഞാൻ അവിടെ ആയിരുന്നു. നീ എഴുന്നേറ്റ് ഇപ്പം എന്നാ കിടക്കുന്നേ? ഇന്ന് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. ജയൊക്കെ വൈകിട്ടേ വരത്തുള്ളൂ. ശ്യാമളമ്മ നാളെ വരത്തുള്ളായിരിക്കും. നീ തന്നെ കിടക്കണം, തന്നെ ഒറ്റയ്ക്ക്.
ചാമ്പഴ കേൾക്കാം. കൂടെ മതിയോ? മതി 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 മതി. പരുന്തേ കാർന്ന് വെച്ചാ അപ്പം നമുക്ക് ഒന്ന് നോക്കാം. കോഴിക്കുഞ്ഞുങ്ങളെ അഴിച്ചു വിട്ടേക്കുക. അപ്പോൾ പരുന്തിൻ്റെ ഒച്ച എന്താ, പരുന്തി കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കാർന്നാണോന്ന് അറിയത്തില്ല കേട്ടോ. ഒച്ച കേട്ടോ, നോക്കാം. പരുന്തില്ല, കോഴിക്കുഞ്ഞുങ്ങളാണ്. എന്തോ ബാ കാണിക്കാം. ഇത് കിടക്കുന്നുണ്ടോ? ഇതവിടെ കിടക്കുന്നുണ്ടോ? ആ മണ്ണി കിടക്കുക കുഞ്ഞുങ്ങൾ, കോഴി. പോവാൻ നിൽക്ക്. ഇപ്പോൾ ഭയങ്കര പരുന്നിൻ്റെ കാർച്ച ഉണ്ടായിരുന്നു. പമ്മി കിടക്കുക, കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴും കാറിന്ന് ഒച്ചയുണ്ട്, പക്ഷെ അങ്ങ് ദൂരെ കേട്ടോ, ദൂരേന്നാ. കുറച്ച് നേരത്തെ തൊട്ടടുത്ത് വന്നായിരുന്നു കേട്ടോ. ആരും വന്നില്ല. പേരയ്ക്ക ഒരെണ്ണം കിട്ടി. വേണോ നിനക്ക്? വേണോ? തരാം. ചില പേരയ്ക്കൊക്കെ കേടാ, ഇതിന് കുഴപ്പമില്ല. നല്ല പേരയ്ക്ക. എനിക്കറിയത്തില്ല എൻ്റെ പേരയ്ക്കാളെ വരുന്നു. പിന്നെ ഇപ്പോഴൊന്ന് പറിച്ചാ ചുറ്റടിന്ന് കിട്ടിയതാ തേങ്ങ. 2 3 എനിക്ക് ആനയുടെ 4 ഫോൺസ് 5. crayons 1 2 3. ഞാൻ ചുമ്മാ വെളിയിലിറങ്ങിയപ്പോൾ ഭയങ്കര സൗണ്ട്. അവിടെ സൂപ്പർ മഴ പെയ്യുക. ഇവിടെ ഒരനക്കം പോലും ഇല്ല. ഇപ്പം ഇവിടെ എത്തും മിക്കാറും. ഞാൻ ചുമ്മാ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര ശബ്ദം, എന്തോ ഇരയ്ക്കുന്നു. അവിടെ നിന്ന് മഴ പെയ്ത് താർത്തോണ്ടിരിക്കുക ഉണ്ടോ. ഇവിടെ ഒന്നും കാണത്തില്ലാത്ത അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ അവിടെ തെളിഞ്ഞ് കാണാനാണ്. തണുത്ത കാറ്റ് വരെ അടിക്കുന്നുണ്ട്. ശബ്ദം കുറഞ്ഞല്ലോ. കുഞ്ഞുങ്ങളൊക്കെ കയറിയും തോന്നുന്നു. മഴ അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ നനഞ്ഞു കഴിഞ്ഞ് വല്ല പനിയും പിടിക്കുമോ അറിയത്തില്ലോ. അടച്ചേക്കാം, സന്ധ്യയാറായി. കയറിയെല്ലാം ഡീസൻ്റ് കേസാണ്. ചെറിയ വലയാണ് ഇതിൻ്റെ, അതുകൊണ്ട് പിന്നെ പാമ്പ് കയറുമെന്ന് പേടിക്കണ്ടെന്ന് തോന്നുന്നു. പാമ്പ് സാധാരണ കയറാൻ സാധ്യതയില്ലാത്ത, പക്ഷെ ഒരു പ്രാവശ്യം ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അന്നേരം അടിയിൽ വേറെ ഇതിനകത്തൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതുവഴി കയറിയത്. അതൊക്കെ പിന്നെ അടച്ചായിരുന്നു.
ആ മഴയുടെ ശബ്ദം കുറഞ്ഞു. ഇവിടെ പെയ്യുന്ന ലക്ഷണമില്ല. പെയ്യുമായിരുന്നാൽ കുറച്ച് വെള്ളം കൂടെ ആയേനെ. കിളിഞ്ഞാവലെന്നാണ് പറയുന്നത്. കിളികളൊക്കെ വന്ന് കഴിക്കുന്നത്. ഇതുപോലെ നല്ല കറുപ്പായി കഴിയുമ്പം കഴിക്കാൻ കൊള്ളാം. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും കഴിക്കാം. എട്ടുകാലി എന്തോ കടിച്ചെന്നാണ് വന്നത്, കണ്ടില്ല. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ പോലെ വന്നിട്ട് ചെറിയ ചൊറിച്ചിൽ പോലെയൊക്കെ വരുന്നുണ്ട്. രണ്ടു ദിവസമായി. അവിടെയൊക്കെ തെളിഞ്ഞിപ്പം. ആ മഴ അങ്ങോട്ടെങ്ങാണ്ട് പോയി. അവിടെയൊക്കെ തെളിഞ്ഞ് കാലിൻ്റെ വേദന മാറി വരുന്നതുള്ളൂ. അപ്പോഴത്തേനും ഇതേ എട്ടുകാലിയുടെ ഇന്നിപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ചെറിയൊരു വേദന കാലിനിപ്പോൾ ഉള്ളൂ. നമുക്ക് മഴയൊന്നും പെയ്തില്ലല്ലോ. ഇവിടെ മഴയൊന്നും പെയ്തില്ല. ഉണ്ടക്കാൻ വരെ പെയ്ത്. മഴ മരമല്ലേ മഴ. മഴ മഴയല്ലത്, ഇത് പെയ്യുന്നില്ലത്. ഞാൻ ഇപ്പോൾ വരാം. ഇപ്പോൾ വരാമെന്ന്. വരും. ഓ ഇനി വെക്കുന്നില്ല. ഓട്ടോയ്ക്കാണ് ചെയ്യുന്നത്. എന്താ പകരം വെച്ചേ? എന്നാ ചോറാ? അല്ല, സാമ്പാർ ചോറ്. ഒരിട്ടേക്ക് തീർന്നാണ്. ഒരെണ്ണമുണ്ട്. ഒരെണ്ണമുണ്ട്. ആ ഒരെണ്ണം ഉണ്ടെന്ന്. ജയമ എവിടെ? എവിടെയാ? ശ്യാമളന്റെ എവിടെയാ? മുണ്ടക്കത്താണോ? ഞാന് ബൈ. മതിയോ? ഇരുന്നുറങ്ങുവാന്ന് തോന്നുന്നു. ഓന്ത് ഓട്ടോയിലാരാ? അല്ല, ആരുടെ ഓട്ടോയാണ്? ഭ്രാന്തിയെ പോലെ ഇരിക്കുന്നേ. അവന് അവിടുന്ന് വന്നപ്പോ പിന്നെ ഭ്രാന്തി ആയിട്ടല്ലേ. ഭയങ്കര സെറ്റ് ചെയ്തൊക്കെ കിട്ടിയത്, പക്ഷെ കിട്ടിയില്ല. എവിടുന്നാ ഇത്? പാലായത്. ഞാനും ദേവിയും കൂടെ ചെയ്തു. ദേവി അവിടെ സ്ഥലം പോയി ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ എന്നാ
ദേവി എന്നെ കൊണ്ടുവിട്ടതും പോയതും കൊണ്ടുവരെല്ലാം ചെയ്തു. നിർബന്ധിച്ചായിരുന്നു ഞാൻ പോകുന്നു. കൊച്ചു തന്നെയല്ലേ ഉള്ളൂ. കുടിച്ചിട്ട് പഠിക്കുവോ? കുളിച്ചിട്ട് പഠിക്കായിരുന്നു. ചാമളമ്മ ഇറങ്ങിയോ? അറിയോ? അറിയത്തില്ല. ഞാൻ പോവാം. എവിടെയായിരുന്നു? പുതുപ്പള്ളിയോ? പുതുപ്പള്ളി. എല്ലാം എടുത്തോ? ഹോൾ ടിക്കറ്റ്? ടിക്കറ്റ് ഞാൻ വരുന്ന വഴി കിട്ടുമ്പോൾ പോകുള്ളൂ. അല്ല ചുരുങ്ങി പറഞ്ഞു പോകും. മരിക്കാനായിട്ട് അമ്മയൊന്നും ജയക്ക് ജോലിയില്ല, പൈസ കൊടുക്കുന്നു ചെയ്യാം. എന്നാടി എന്നാ? ആ നാളെ പരീക്ഷ. നാളെ ഇന്ന് അതുകൊണ്ട് അമ്മ ജയമ പരീക്ഷയ്ക്ക് പോയതാ. ആ പരീക്ഷ എഴുതാ. പിന്നെ അയ്യോ പിന്നെ അപ്പയുണ്ട്. അമ്മ ഞാൻ എല്ലാം വെച്ചു. ABC വെച്ചു. അപ്പ ABC എല്ലാം മൊത്തം വെച്ചു. അപ്പൊ ഞാൻ പഠിച്ചോ? അത് അതിനകത്തിട്ടല്ലേ വെക്കണ്ടേ? ജയച്ചാച്ചൻ്റെ അടുത്ത് വരെ പോവാം. പോയി തുടരാൻ തിരിച്ചു വരും. പാല നൈറ്റല്ലേ? ഉച്ചക്ക് കയറണോ? അല്ലേ? ആ ഞാനാ നിന്റെ വണ്ടി? ഓട്ടോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് നീ കംപ്ലൈന്റ് ആന്ന് പറഞ്ഞ്. ഓട്ടോ ഒക്കെ വേണമെങ്കിൽ കുറച്ച് ദിവസം കളത്തിലേക്ക് കിടക്കണോളാവേ. ആദ്യമേ വണ്ടി എടുത്ത് അപ്പോഴേ ഓട്ടോ ഒന്നും കിട്ടത്തില്ല. സമയമില്ലെങ്കിൽ നീ വേറെ പണി നോക്ക്. രാവിലെ ഒരു മരണം. നിങ്ങളോട് പോയ ഇപ്പൊ പലയോ എവിടെ ഇതിലേ
പ്രാവശ്യം അച്ഛനെയും കൊണ്ട് ആശുപത്രി പോയിട്ട് വന്ന വഴിയാണ്. അങ്ങനെ അവരെ കണ്ടുകൊണ്ട് ഇവിടെ വന്നിറങ്ങി. ജയ നോക്കി നിന്നോ. അപ്പം ഇങ്ങനെ ഇപ്പോൾ എത്തും. ഞാൻ അപ്പം അപ്പുറത്ത് പോയി പാലൊക്കെ മേടിച്ചിട്ട് അവിടെ നിൽക്കാമെന്ന് വെച്ചു. ആ ആര് ആര് ഓ ജയ ഇവിടെ പറ്റൊക്കെ ഉണ്ടോ? എവിടെയായിരുന്നു ഇത്ര നേരം? നിന്നെ നോക്കി എത്ര നേരം അടിക്കുക പോസ്റ്റാകുന്നേ? ഞാൻ ഇറങ്ങിയെന്ന് വെച്ചാ ജയച്ചാച്ചൻ്റെ ഡ്യൂട്ടി കയറുന്നേ. ജയച്ചാച്ചൻ്റെ ഡ്യൂട്ടി കയറി, ഉച്ചയ്ക്ക് കയറി. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എടുക്കാൻ ഞാൻ പിന്നെ പോകുന്നു. പിന്നെ ബസ് കിട്ടാൻ താമസിക്കുന്ന ഓർത്താ. അപ്പോൾ സനൂഷൊക്കെ വന്നു. ആശുപത്രി പോയിട്ട് വന്നു അച്ഛനെ കൊണ്ട്. കാരിത്താസ്. ഹലോ, ഇത് വന്ന് കയറിയതേ ഉള്ളൂ. വീട്ടിനകത്ത് കയറിയില്ല, മുറ്റത്തായതേ ഉള്ളൂ. 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, പോരെ എടുത്തു വെച്ചേക്കാം. നീ വന്നിട്ടില്ലേടാ? ആ അത് തന്നെ ആ ആ ഷാമ്പൂയ്ക്കോ എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മേടിച്ചോണ്ടിരാ. നമുക്ക് ഇവിടെ തന്നെ പോയടി. നിനക്കൊന്നും മേടിച്ചില്ല, ശ്യാമളമ്മയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഞാനൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ എന്തോ മേടിച്ചിട്ടുണ്ട്. എന്ത് 10 പൈസ ഉണ്ടോ? നെറ്റില്ലേ? നന്നായി. അതല്ല വെച്ച് തരുമോ? ഇപ്പോഴാ മോന്ത വീർത്തിരിക്കുവായിരുന്നല്ലോ രാവിലെ തൊട്ട്. പോയപ്പോ തൊട്ട് ഞാൻ പോയപ്പോഴേ അങ്ങനെ ആയിരുന്നു.